ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി എജു മന്ത്ര. ഇന്ന് നമുക്ക് ഹിന്ദി ഗ്രാമറിലെ സർവനാം ക്യാ ഹെ എന്ന് പഠിക്കാം. സർവനാം അംഗ്രേസി മേ ഇസേ പ്രോനൗൺ കഹത്തെ ഹെ. ഇംഗ്ലീഷിൽ സർവനാമിനെ നമ്മൾ എന്ത് പറയുന്നു? പ്രോനൗൺ എന്ന് പറയുന്നു. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. എല്ലാവരും റെഡിയല്ലേ? സർവനാം क्या है? सर्वनाम. सर्वनाम प्रोनाउन. सर्वनाम की परिभाषा क्या है? जिन शब्दों का प्रयोग संज्ञा के स्थान पर किया जाता है उन्हें सर्वनाम कहते हैं. क्या है सर्वनाम? जिन शब्दों का प्रयोग संज्ञा के स्थान पर किया जाता है. നമ്മൾ സംജ്ഞ, അതായത് നൗൺ അല്ലെ, നൗണിന്റെ സ്ഥാനത്ത് നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദമാണ് സർവനാം. അതായത് സംജ്ഞാക്കെ സ്ഥാൻ പർ, സംജ്ഞയുടെ സ്ഥാനത്ത് സംജ്ഞയ്ക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദമാണ് സർവനാം എന്ന് പറയുന്നത്. അപ്പോൾ നൗണിന്റെ സ്ഥാനത്ത് നൗണിന് പകരമായിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു? പ്രൊനൗൺ ഉപയോഗിക്കുന്നു. അപ്പൊ അതാണ് സർവനാം എന്ന് പറയുന്നത്. जिन शब्दों का प्रयोग संज्ञा के स्थान पर किया जाता है उन्हें सर्वनाम कहते हैं. सरल शब्दों में देखिए, सर्व का अर्थ है सब. नामों എന്ന് വെച്ചാൽ സംജ്ഞാവും के बदले जो शब्द आते हैं, അതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് സബ് സംജ്ഞാവും के बदले, അതായത് സർവ നാമോं के बदले जो शब्द आते हैं उन्हें सर्वनाम कहते हैं. मैं, तू, वह, आप, कोई, यह, ये, वे, हम, तुम, कुछ, कौन, क्या, जो, सो, उसका ആദി സർവനാം ശബ്ദ है. അപ്പോൾ ഇത് ഇത്രയും നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാമാണ് സർവനാം ശബ്ദം എന്ന് പറയുന്നത്. അതായത് നമ്മൾ സംജ്ഞ, അതായത് പേരിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? സർവനാം എന്ന് പറയുന്നത്. ഇനി अन्य सर्वनाम शब्द भी इन्हीं शब्दों से बने हैं जो लिंग वचन कार्य की दृष्टि से अपना रूप बदलते हैं. ഇനിയും കുറേ ശബ്ദങ്ങളുണ്ട്, അതെല്ലാം ലിംഗ് വചൻ അതിനനുസരിച്ച് രൂപങ്ങളിൽ മാറ്റം വരും. ഉദാഹരണം നോക്കിയോളൂ. ജൈസെ രാധ നൃത്യ കർത്തി ഹെ. രാധ का गाना भी अच्छा होता है. രാധ ഗരീബോं की मदद करती है. രാധ നൃത്യ കർത്തി ഹെ, അതാണ് നമ്മൾ ആദ്യത്തെ സെന്റൻസ്. രാധ നൃത്യ കർത്തി ഹെ, രാധ നൃത്തം ചെയ്യുന്നു. രാധക്ക് ഗാനാ ഭി അച്ഛാ ഹോത്താ ഹെ. അപ്പൊ രാധയുടെ സോങ് വളരെ നല്ലതാണ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ രാധ ഡാൻസ് ചെയ്യുന്നു, വീണ്ടും രാധയുടെ സോങ് നല്ലതാണ് എന്ന് പറയുന്നത് ശരിയല്ല അല്ലെ? അപ്പൊ നമ്മൾ രാധയ്ക്ക് പകരം അവളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ രാധ രാധ എന്ന് റിപ്പീറ്റേഷൻ ഒഴിവാക്കാനായിട്ട് സംജ്ഞയുടെ റിപ്പീറ്റേഷൻ ആവൃത്തി, സംജ്ഞയുടെ ആവൃത്തി दूर करने के लिए സർവനാം का प्रयोग किया जाता है. അപ്പൊ രാധ രാധ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മൂന്ന് സെന്റൻസിനും നമ്മൾ ഒരുമിച്ച് പറയുമ്പോൾ രാധ നൃത്യ കർത്തി ഹെ, ഉസ്കാ ഗാനാ ഭി അച്ഛാ ഹോത്താ ഹെ. അതുപോലെ രാധ ഗരീബോं की मदद करती है, വീണ്ടും രാധ എന്ന് വരേണ്ട ആവശ്യമില്ല. അപ്പം വഹ് ഗരീബോं की मदद करती है. മനസ്സിലായില്ലേ? ആപ് അപ്ന, യഹ് ഇസ് ഇസ്കാ, വഹ് ഉസ് ഉസ്കാ. അപ്പോൾ നമ്മൾ പിന്നെ അതുപോലെ ലിംഗ് വചൻ കാര്യമൊക്കെ അനുസാർ നമ്മളുടെ സർവനാമില് മാറ്റം വരും. ആപ്പിന് അപ്നെ ആവാം, യഹ് എന്നുള്ളത് ഇസ് ഇസ്കാന്നാവാം, വഹ് ഉസ് ഉസ്കാന്നൊക്കെ ആവാം. അടുത്തത് സർവനാം കെ ഭേദ്. സർവനാം കെ ഭേദ് ക്യാ ക്യാ ഹെ? हम देखिए സർവനാം के 6 भेद होते हैं. സർവനാമിന് എത്ര ഭേദുണ്ട്? 6 ഭേദുണ്ട്. സർവനാം के 6 भेद होते हैं. ഏതൊക്കെയാണ്? पहला पुरुषवाचक सर्वनाम, अंग्रेजी में पर्सनल प्रोनाउन. दूसरा निश्चयवाचक सर्वनाम, अंग्रेजी में डेमोन्स्ट्रेटिव प्रोनाउन. तीसरा अनिश्चयवाचक सर्वनाम, इनडेफिनिट प्रोनाउन. फोर्थ वन संबंधवाचक सर्वनाम, रिलेटिव प्रोनाउन. प्रश्नवाचक सर्वनाम, इंटरोगेटिव प्रोनाउन. सिक्स्थ वन निजवाचक सर्वनाम, रिफ्लेक्सिव प्रोनाउन. ഇത്രയാണ് സർവനാം കെ 6 भेद. क्या क्या है सर्वनाम के 6 भेद?
पुरुषवाचक सर्वनाम, निश्चयवाचक सर्वनाम, अनिश्चयवाचक सर्वनाम, संबंधवाचक सर्वനാം, പ്രശ്നവാചക സർവനാം, നിജവാചക സർവനാം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ആദ്യമായിട്ട് പുരുഷവാചക സർവനാം. അപ്പോൾ 6 ഭേദമുണ്ട്. നമുക്ക് ആദ്യത്തെ ഭേദം എന്താണെന്ന് നോക്കാം. പുരുഷവാചക സർവനാം. क्या है पुरुषवाचक सर्वनाम? जिन सर्वनाम शब्दों का प्रयोग वक्ता द्वारा खुद के लिए या दूसरों के लिए किया जाता है उसे पुरुषवाचक सर्वनाम कहते हैं. അതായത് जिन सर्वनाम शब्दों का प्रयोग वक्ता द्वारा खुद के लिए, അതായത് ആരാണോ പറയുന്നത് അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അതുപോലെ ദൂസരോം കെലി മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള സർവനാമാണ് പുരുഷവാചക സർവനാം എന്ന് പറയുന്നത്. ആരാണോ സംസാരിക്കുന്നത് അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സർവനാം, അതുപോലെ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സർവനാം, അതിനെ നമ്മൾ എന്ത് പറയുന്നു? പുരുഷവാചക സർവനാം എന്ന് പറയുന്നു. ജൈസെ മേ ഹം. മേ ഹം എന്നുള്ളത് ആരാണ്? വക്ത, പറയുന്ന വ്യക്തി സ്വയം, ഖുദ് കെ ലിയെ, അപ്നെ ലിയെ, സ്വയം ഉപയോഗിക്കുന്നു, എനിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാണ് മേ ഹം. അതുപോലെ തും ഔർ ആപ്പ് സുന്നി വാലോം കെ ലിയെ, ആരാണോ കേൾക്കുന്നത്, നമ്മൾ പറയുന്നത് കേൾക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു തും ഔർ ആപ്പ്. और यह वह ये वे, ഈ സർവനാം കിസി ഓർ കെ ബാരെ മേ ബാത്ത് കർനെ കെ ലിയെ, നമ്മൾ വേറൊരാളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അയാളെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നു? യഹ് വഹ് യേ വേ എന്നുള്ള സർവനാം ഉപയോഗിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് പുരുഷവാചക സർവനാം. ഇനി പുരുഷവാചക സർവനാം കെ ഭേദ്. പുരുഷവാചക സർവനാമിന് നമുക്ക് 3 ആയിട്ട് തിരിക്കാം. 3 ഭേദ് ഹെ. കിतने भेद है? 3 भेद है. पहला उत्तम पुरुष, दूसरा मध्यम पुरुष, तीसरा अन्य पुरुष. ओके. इनी पहला उत्तम पुरुष. क्या है उत्तम पुरुष? जिन शब्दों का प्रयोग बोलने वाला खुद के लिए करता है, इसके अंतर्गत मैं, मेरा, मेरे, मेरी, मुझे, मुझको, हम, हमें, हमको, हमारा, हमारे, हमारी आदि आते हैं. അതായത് ഉത്തം പുരുഷൻ എന്ന് പറഞ്ഞാൽ ജിൻ ശബ്ദോं का प्रयोग बोलने वाला खुद के लिए करता है. അത് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സർവനാമാണ് എന്ത്? ഉത്തം പുരുഷ് സർവനാം. അതായത് മേ, മേരാ, മേരെ, മേരി, മുജെ, മുജ്കോ, ഹം, ഹമേ, ഹംകോ, ഹമാരെ, ഹമാരെ, ഹമാരി എന്നൊക്കെ പറയുമ്പോൾ അത് ഉത്തം പുരുഷ് സർവനാമാണ്. ജൈസെ മേ ഫുട്ബോൾ ഖേൽത്താഹും എന്നൊരു കുട്ടി പറയണം, ഞാൻ ഫുട്ബോൾ കളിക്കുന്നു എന്ന് സ്വയം പറയുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു മേ, ഉത്തം പുരുഷ്. ഹമാരാ ഘർ പാസ് പാസ് മേ ഹി ഹെ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണെങ്കിൽ നമ്മളുടെ വീട് അടുത്തടുത്താണ് എന്ന് പറയാനായിട്ടും ഹമാരെയും നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? ഉത്തം പുരുഷനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി അടുത്ത മധ്യം പുരുഷ്. ക്യാ ഹെ മധ്യം പുരുഷ്? ജിൻ ശബ്ദോं का प्रयोग सुनने वाले के लिए किया जाता है. കേൾക്കുന്ന ആൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സർവനാമാണ് മധ്യം പുരുഷ് സർവനാം. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ക്ലാസ് എടുക്കുന്നു, അപ്പോൾ ഞാൻ ഉത്തം പുരുഷാണ്, നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ആരാണ്? മധ്യം പുരുഷാണ്. ഓക്കെ. इसके अंतर्गत तू, तुझे, तुझको, तेरा, तेरे, तेरी, तुम, तुम्हें, तुमको, तुम्हारा, तुम्हेरे, तुम्हारे, तुम्हारी, आप ആദി ആത്തെ ഹെ. ഇതൊക്കെയാണ് കേൾക്കുന്ന ആൾക്ക് വേണ്ടി. അതായത് ജൈസെ തു ഇത്നി ദേർ തക്ക് കഹാന്ത തും ബഹുത്ത് അച്ചേ ഹോ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ്, സർവനാമാണ്. ഓക്കെ. ഇനി തീസര അന്യ പുരുഷ്. जिन शब्दों का प्रयोग किसी तीसरे व्यक्ति के बारे में बात करने के लिए होता है. അതായത് എന്താണ്? കിസി തീസരെ വ്യക്തി, അതായത് ഞാൻ നിങ്ങളോട് വേറെ ആരെങ്കിലും കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സർവനാമാണ് അന്യപുരുഷ സർവനാം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ മറ്റൊരാളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, മൂന്നാമതൊരാളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ മൂന്നാമതൊരാളെ കുറിച്ച് പറയുവാനായിട്ട് ഉപയോഗിക്കുന്ന സർവനാമാണ് അന്യപുരുഷ് സർവനാം. इसके अंतर्गत यह वह ये वे आदि आते हैं. മനസ്സിലായില്ലേ? വഹ് കൽ വിദ്യാലയ നഹീം ആയാത. നമ്മളൊരു കൂട്ടുകാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ കൽ വിദ്യാലയ നഹീം ആയത, ഇന്നലെ സ്കൂളിൽ വന്നിരുന്നില്ല. വേ മേച്ച് നഹീം ഖേലെങ്കി. അപ്പോൾ ഇതൊക്കെ നമ്മൾ അന്യപുരുഷ് തീസരെ വ്യക്തി കേലിയെ.
ओके ഇനി ഇപ്പൊ മനസ്സിലായില്ലേ പുരുഷവാചക സർവനാം ക്യാ ഹേ ഉസ്കെ തീൻ ഭേദ ഹേ ഉത്തം പുരുഷ് മധ്യം പുരുഷ് അന്യ പുരുഷ് മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്തായിട്ട് നിശ്ചയവാചക സർവനാം ക്യാ ഹേ നിശ്ചയവാചക സർവനാം നോക്കാം निकट या दूर के व्यक्तियों या वस्तुओं का निश्चयात्मक संकेत जिन शब्दों से व्यक्त होता है उन्हें निश्चयवाचक सर्वनाम कहते हैं। तो क्या है निश्चयवाचक सर्वनाम? निकट या दूर के व्यक्तियों या वस्तुओं का निश्चयात्मक संकेत जिन शब्दों से व्यक्त होता है उन्हें निश्चयवाचक സർവനാം कहते हैं। അതായത് നികട യാ ദൂർ നമ്മുടെ അടുത്തും അല്ലെങ്കിൽ ദൂരെയുള്ള വ്യക്തികളെയോ അല്ലെങ്കിൽ വസ്തുക്കളെയോ കുറിച്ച് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർവനാമാണ് നിശ്ചയവാചക സർവനാം. യഹ് വഹ് യേ വേ ഇത് നിശ്ചയവാചക സർവനാമാണ്. ഓക്കെ വഹ് യഹ് മേരി പുസ്തക് ഹേ यह मेरी पुस्तक है, ये मेरे हथियार है, वह उनकी मेज है, वे तुम्हारे ആദ്മി ഹെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഉദാഹരണം. അതായത് നമ്മുടെ അടുത്തുള്ളതോ ദൂരെയുള്ളതോ ആയ വ്യക്തികളെ കുറിച്ചോ വസ്തുക്കളെ കുറിച്ചോ നിശ്ചയാത്മക സങ്കേത സൂചന കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നിശ്ചയവാചക സർവനാം. ഇനി അടുത്ത അനിശ്ചയവാചക സർവനാം. क्या है अनिश्चयवाचक सर्वनाम? जिन सर्वनाम से किसी निश्चित वस्तु का बोध नहीं होता उन्हें अनिश्चयवाचक सर्वनाम कहते हैं. ഏത് സർവനാമിനാണോ കിസി നിശ്ചയ നിശ്ചിത വസ്തു കാ ബോധ് ഒരു നിശ്ചിതാണെന്ന് നമ്മൾ പറഞ്ഞു നേരത്തെ. ഇതില് നിശ്ചിത വസ്തുവിന്റെ ആ ബോധം നമുക്ക് ഉണ്ടാവില്ല, നിശ്ചിതം ഉണ്ടാവില്ല. നമുക്ക് അറിയില്ല എത്രയാണ്, എവിടെയാണ്, ദൂരെയാണോ, അടുത്താണോ, അല്ലെങ്കിൽ എത്ര എണ്ണമാണ്, അങ്ങനെ ഒന്ന് നിശ്ചയമായിട്ട് നമുക്ക് അറിയാത്തതിന് നമ്മൾ എന്ത് പറയുന്നു? അനിശ്ചയവാചക സർവനാം. അപ്പൊ അറിയാതിരിക്കുമ്പോൾ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നതാണ്. ആരാണെന്നറിയില്ല, എന്താണെന്നറിയില്ല, എത്രയാണെന്നറിയില്ല, അങ്ങനെ നമുക്ക് നിശ്ചയമില്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സർവനാമാണ് അനിശ്ചയവാചക സർവനാം. ജൈസേ കോയി കുച്ച്, നമുക്കറിയാലോ കോയി ആരോ, കോയി കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച്, എത്രയാണെന്നും നമുക്ക് അളവൊന്നുമില്ല അല്ലേ. കോയി ആകയാത്തോ ക്യാ കരോഗി, ആരോ വന്നിരുന്നു എന്ത് ചെയ്യാം, അങ്ങനെ ഉസ്നെ കുച്ച് നെഹി കഹ, അങ്ങനെ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അനിശ്ചയമാണ്, നമുക്ക് നിശ്ചിതല്ല, അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ അനിശ്ചയവാചക സർവനാം. അത് ഏതൊക്കെയാണ്? കോയി ഓർ കുച്ച്. ഇനി അടുത്ത് സംബന്ധവാചക സർവനാം. क्या है संबंधवाचक सर्वनाम? जिन शब्दों से परस्पर संबंध का पता चले उसे संबंधवाचक सर्वनाम कहते हैं. जिन शब्दों से परस्पर संबंध, एक दूसरे से संबंध, रिलेशन, रिलेटिव, അതായത് एक दूसरे से संबंध ബന്ധം സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സംബന്ധവാചക സർവനാം. ജൈസേ തൈസി, ജൈസേ എന്തൊക്കെയാണെന്ന് നോക്കാം. ജൈസി, തൈസി, വൈസി, അതുപോലെ ജൈസ, വൈസ, ജോ, സോ, ജഹാം, വഹാൻ, ജിസ്കി, ഉസ്കി, ജിത്ന, ഉത്ന ആദി. അപ്പൊ നമ്മൾ കുറച്ച് സെന്റൻസിൽ രണ്ടും കൂടെ ബന്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സംബന്ധവാചക സർവനാം. നോക്കിക്കോളൂ. ജൈസ കരോഗേ, വൈസ ബരോഗേ. ഇപ്പോ ഇവിടെ ജൈസ, വൈസ എന്നുള്ളത് സംബന്ധവാചകാണ് അല്ലെ. അതുപോലെ ജിസ്കി ലാട്ടി, ഉസ്കി ബൈൻസ്, ജിസ്കി ലാട്ടി, ഉസ്കി ബൈൻസ്. അപ്പൊ ജിസ്കി, ഉസ്കി ഇവിടെ സംബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് പ്രശ്നവാചക സർവനാം. ക്യാ ഹെ പ്രശ്നവാചക സർവനാം? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ പ്രശ്ന, അതായത് ക്വസ്റ്റ്യൻ അല്ലെ. जिन सर्वनाम शब्दों को प्रश्न पूछने के लिए प्रयोग किया जाता है उसे प्रश्नवाचक സർവനാം कहते हैं. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സർവനാമാണ് പ്രശ്നവാചക സർവനാം. പ്രശ്ന പൂछने के लिए, ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർവനാം പ്രശ്നവാചക സർവനാം कहते हैं. जिन शब्दों से प्रश्न का बोध होता है, അതായത് അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അതൊരു ചോദ്യമായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ തോന്നുന്നതാണ് ആളോട് നമ്മൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സർവനാം പ്രശ്നവാചക സർവനാം कहते हैं. जैसे क्या, कौन, किसने, कैसे, किसका, किसको, किस लिए, कहाँ आदि. അപ്പൊ ഇത്രയും ഈ ക്യാ, कौन, किसने किया, कैसे किया, किसका है,
കിസ്കോ ചാഹിയേ എന്നൊക്കെ പറയില്ലേ നമ്മൾ. അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ചോദ്യമാണ്, നമുക്ക് അറിയില്ല. അതുകൊണ്ട് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കാനായിട്ട് സൂചിപ്പിക്കുന്ന സർവനാമാണ് ക്യാ, കോൺ, കിസ്നെ, कैसे, किसका, किसको, किस लिए, कहा മാതി. മേരാ ക്ലാസ് ആപ്പോ സമജ് മേ ആയാ ഹെ ക്യാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലായോ എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കണം. എനിക്ക് അറിയില്ല നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ക്യാ എന്ന് ചോദിക്കുന്നു. ടോക്കരി മേ ക്യാ രഖാ ഹെ, ബാഹർ ഖോൻ ഖടാ ഹെ, പുറത്താരാ നിൽക്കുന്നത്, നമുക്കറിയില്ല പുറത്താരാ നിൽക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കുന്നു പുറത്താരാ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രശ്ന പൂछने के लिए जिन सर्वनाम का प्रयोग किया जाता है उन्हें പ്രശ്നവാചക സർവനാം कहते हैं. മനസ്സിലായില്ലേ? ഇനി അടുത്ത് നിജവാചക സർവനാം. क्या है निजवाचक सर्वनाम? जिन शब्दों का प्रयोग वक्ता किसी चीज को अपने साथ दर्शाने या अपने बताने के लिए करते हैं वे निजवाचक सर्वनाम कहते हैं. അതായത് जिन शब्दों का प्रयोग വക്ത, ഈ പറയുന്ന വ്യക്തി, കിസി ചീസ് കോ അപ്നെ സാത്ത്, എൻ്റെ ആണ്, എൻ്റെ കൂടെ, എൻ്റെ സ്വയം എന്ന്, എനിക്ക് വേണ്ടി, അപ്നെ ലിയെ, അതായത് നിജവാചകം എന്ന് പറഞ്ഞാൽ ജിൻ സർവനാം കോ ജിൻ ശബ്ദോं का प्रयोग अपने लिए प्रयुक्त होते हैं उन्हें निजवाचक सर्वनाम कहते हैं. जैसे मैं अपने कपड़े स्वयं धो लूंगा, ഞാൻ എൻ്റെ വസ്ത്രം സ്വയം കഴുകിക്കോളാം എന്ന് പറയുമ്പോൾ എന്താണ്? സ്വയം എന്ന്. അപ്നെ ലിയെ മേ വഹാ അപ്നെ ആപ്പ് ചലാ ജാവുക, ഞാൻ സ്വയം, അതായത് അപ്നെ ആപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം എന്നുള്ളതിലാണ്. ऊपर दिए वाक्यों में वक्ता ने खुद के लिए स्वयं और अपने आप का प्रयोग कामों का खुद से जोड़ने के लिए किया है. അല്ലേ? എന്നിലേക്ക്, അതായത് എൻ്റെ വസ്ത്രം ഞാൻ സ്വയം കഴുകും എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സർവനാമാണ് ഇവിടെ സ്വയം. അതുപോലെ അപ്നെ ആപ്പ് ചലാ ജാവുക പറഞ്ഞാൽ ഞാൻ സ്വയം പൊക്കോളാം എന്നുള്ളതിൽ അപ്നെ ആപ്പ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ സ്വയം, അപ്നെ ആപ്പ് നിജവാചക സർവനാം ഹെ. जहाँ आप शब्द का प्रयोग श्रोता के लिए हो वहाँ यह आदर सूचक മധ്യം പുരുഷ होता है. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ? മധ്യം പുരുഷ സർവനാമാണ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദർ സൂചകായിരിക്കും. യഹ ആപ്പ് ശബ്ദ കാ പ്രയോഗ അപ്നെ ലിയേ ഹെ തോ നിജവാചക. അപ്പോൾ ആദർ സൂചകം നിജവാചകം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആദർ സൂചക എന്താണ്? ശ്രോതാക്കേ ലിയേ, കേൾക്കുന്ന ആൾക്ക് വേണ്ടി നമ്മൾ റെസ്പെക്റ്റോടെ ഉപയോഗിക്കുന്ന സർവനാമാണ് ആപ്പ്, ആദർ സൂചക ആപ്പ്. പക്ഷെ നിജവാചക ആപ്പ് അപ്നെ ലിയേ, എനിക്ക് വേണ്ടി, പറയുന്ന ആൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നിജവാചക ആപ്പ്. അപ്പോൾ രണ്ടും തമ്മിൽ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും എഴുതി അറിയിക്കണം. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.